ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു വെഡിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യം ഞങ്ങൾ ധാവണിയുടെ സെറ്റൊക്കെയാണ് നോക്കിയത്. ധാവണി സെറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം എടുത്തു. അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ അവർ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് തന്നു. ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ ദാ ഒരു കണ്ണാടി. പിന്നെ കണ്ണാടി എവിടെ കണ്ടാലും ഞങ്ങൾക്ക് ഒരു പട്ടിഷോ അത് മുഖ്യമാണ്. പിന്നെ തേർഡിന് ഫസ്റ്റിലോട്ട് ലിഫ്റ്റ് കയറി. എനിക്കാണ് ലിഫ്റ്റ് കയറുന്ന പേടിയാണ്. ഫസ്റ്റ് ചെന്നപ്പോൾ ഒരുപാട് ടോപ്പ് എന്നെ എടുക്കും എന്ന് പറഞ്ഞു. ഞങ്ങളെ പിന്നെ കാശില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ട്രയൽ റൂം വെച്ചിരുന്ന ട്രയൽ ഇടാനാണല്ലോ. പിന്നെ കുറെ ഡ്രസ്സ് മാറി എടുത്ത് ട്രയൽ റൂമിൽ കയറി ചെറിയ 2-3 പട്ടിഷു. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചേച്ചി എടുത്തു. പിന്നെ ഏത് നോക്കിയാലും നല്ലതായതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ധാവണി എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഷോൾ നമുക്ക് ഡൈ ചെയ്യാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. അത് നമ്മുടെ മഹാലക്ഷ്മിയുടെ തന്നെ മറ്റൊരു ഷോപ്പുണ്ട്, എലാൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. എലാൻ വരുന്നത് മുത്തൂറാണ്. ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എവിടെയാണ് ഈ എലാൻ? പുള്ളി പറഞ്ഞ് കയറി 20 രൂപയുടെ ഒട്ടേ ഉള്ളത്. പുള്ളിയാണ് 2000 രൂപയുടെ കറക്കം ഞങ്ങളെ കൊണ്ട് കറക്കിച്ചു. അങ്ങനെ മുത്തൂർ മഹാലക്ഷ്മിയുടെ ഫ്രണ്ട് ഞങ്ങൾ എത്തി. അപ്പോൾ അവിടുത്തെ എന്തോ ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചാനൽ ചോദിച്ചു ഡൈ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെയല്ല, ആ കാണുന്ന ഷോപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എലാനിലെത്തി. അവിടെയാണെങ്കിൽ വെഡിങ് സാരിയും വെഡിങ് ഗൗണും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് ഓൺലൈൻ വഴിയായിട്ടോ അതെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് നമുക്ക് എത്തിച്ചു തരുന്നതാണ്. പിന്നെ എലാനിൽ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഈ ഗൗണാണ്. എക്സ്പ്രസിൻ്റെ എന്തോ ഡിസൈൻസ് ആണ് അവർ ചെയ്തിരുന്നത്. പിന്നെ വെഡിങ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോളൊക്കെ ഡൈ ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ ലേഡീസ് സെൻ്റർ ഒക്കെ കണ്ടുപിടിച്ച് ഇനി അവിടെ ഉള്ളവരെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. മെല്ലെ ഡോറൊക്കെ ഓപ്പൺ ആക്കി അകത്തേക്ക് കയറിച്ചെന്നു. കുറേ കമ്മലിൻ്റെ കളക്ഷനും മാലയുടെ കളക്ഷൻസും ഒക്കെ ഒത്തിരിയുണ്ട്. പിന്നെ കാശില്ലാത്തതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാം തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി നടന്നു. ഒരുപാട് ഹോട്ടൽ തപ്പി കണ്ടില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടത് ഒരു ബാറിൻ്റെ ബോർഡാണ്. പിന്നെ ഒരുപാട് തിരക്കി അവസാനം ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടെത്തി, ഹോട്ടൽ മാതാ. പിന്നെ എനിക്ക് നോയമ്പായതുകൊണ്ട് ചെറുതായിട്ടൊരു വെജിറ്റേറിയൻ അടിക്കാം എന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ കയറി. അപ്പോഴത്തേക്കിന് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ അടുത്ത ബസ്സിന് തടിയിൽ വന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.